എന്താടി ഒരു നാറ്റം? ഈ അലമാരി വൃത്തിയാക്കുന്നതാ. അതാണോ ഇത്ര അത്യാവശ്യം? ഈ കാളാമുണ്ട് എടുത്ത് കളഞ്ഞിട്ട് പുതിയൊരു കൊല തൂക്കാൻ ഞാൻ എത്ര തവണ പറയുന്നു. ഇനി അത് ഞാൻ തന്നെ ചെയ്യണോ? എനിക്ക് ഭാരം താങ്ങാൻ കഴിവില്ല എന്ന് എനിക്കറിയില്ലേ. ഇതൊന്ന് കൊണ്ട് കളഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്തോളാം. എത്ര ദിവസം എന്ന് പറഞ്ഞത് സൂക്ഷിക്കുന്നേ? മുഴുവൻ ഉറുമ്പും പാറ്റയാ. അവസാനം നാറ്റും കാരണം ആരെ ഈ വഴിക്ക് വരാണ്ടാവും. അയ്യോ പൊള്ളി തീ. ചേട്ടാ തീ എന്തോന്ന് തരാം. ഇതെന്തൊരു ഇടപാടാണോ? അയ്യോ കാടി തട്ടിയോ? സുഗുണം വരുന്നുണ്ട്. കളഞ്ഞോ? നീ ആ പഴക്കൊല്ല എടുത്തു തൂക്കോ. അരക്കുറ്റി പുട്ട്. ഒരു മുടി കൊണ്ടായിരുന്നോണ്ടാണോ കാടി കളഞ്ഞത്? മുടിഞ്ഞ വിത്ത് ഇത് എടുത്ത് കളഞ്ഞിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ മേലായിരുന്നു. ഇതൊക്കെ ചേട്ടന് ആരോഗ്യമില്ലാത്തന്റെ കുഴപ്പാ. ഉള്ള കാര്യം പറയാലോ. എന്ത് ചെയ്യാൻ എന്റെ സുഗുണ? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമടി. ചേട്ടാ ഒരു മാജിക് കാണിച്ചു തരുമോ? ഇതെന്തത്? ഇത് ചേട്ടന്റെ കൈ. എന്റെ വലത്തെ കൈ. ഈ തന്തവരിലേക്ക് കണ്ടോ? ഇതെന്റെ ഇടത്തെ സൈഡിലിരിക്കുന്നു. ഈ തന്തവരിൽ ഞാൻ ഇളക്കി പറിച്ച് ഇപ്പുറത്തെ സൈഡിലേക്കാക്കട്ടെ. ശ്രദ്ധിച്ചിരിക്കണം, നോക്കണം. ഇതാ മന്ത്രം തുടങ്ങാൻ പോകുന്നു. ഓങ്കാലം നെയ്ത്തുകാലം ശുക്രാൻ നമ്മുടെ മഞ്ഞപ്പൊടി. നീ വിളിക്കുമ്പോ ഞാൻ വരും, ഞാൻ വിളിക്കുമ്പോ നീ വരിക്കും. നോക്കണം. ദിവരിൽ മാറാൻ പോകുന്നു. ഓം ബുംബ ജീ ബുംബ പോ ചേട്ടാ. ഇനി മാജിക് ഒന്നുമില്ല. ഇനി ഞാൻ എന്റെ ഡ്യൂട്ടിയിലേക്ക് കിടക്കട്ടെ. ഞാൻ വഴക്കാം. അയ്യോ പ്രശ്നമായോ? ഹലോ കണിങ്ങേക്കാ നോക്കിയൻ. ഇനി ഞാൻ വേറെ നമ്പർ കാണിച്ചു തരാം. ഇത് കണ്ടോ ഒറ്റക്കോയൻ? ഇത് അല്ലേതാക്കട്ടെ. നോക്കിക്കോ. ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് കണ്ടാ നോക്ക്. ചേട്ടന്റെ ഉടനെ പോയില്ലല്ലോ. ഞാൻ ആശുപത്രി പോയിട്ട് വേഗം വരാം. അയ്യടി മോളെ, നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട കേട്ടോ. നീ അങ്ങോട്ട് പോയാലേ ആ വലിയ ഫാമിലി മൊത്തം ഇങ്ങോട്ട് വലിഞ്ഞു വരും. അതുകൊണ്ട് ഞാൻ കൊണ്ടു കൊടുക്കാം. തരപ്പെടാണെങ്കിൽ നിന്റെ ചേച്ചിക്ക് ഞാൻ അവിടെ കട്ടിൽ ശരിയാക്കി കൊടുക്കട്ടോ. വന്നിട്ട് വേറെ നമ്പർ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് പോ ചേട്ടാ. യോ ഗുളിക തീർന്നല്ലോ. ഞാൻ പോയി ഗുളിക വാങ്ങിച്ചിട്ട് വരാം. ഇതിനിടയ്ക്ക് സുമതി എങ്ങാനും ചോറും കൊണ്ട് വരികയാണെങ്കിൽ ചേട്ടൻ ചോറുണ്ടോ? അല്ല നീ ആ മാധവന്റെ കൂടെ നടക്കണ സുഗുണനല്ലേ? അല്ല ഞാൻ ആ മാധവന്റെ കൂടെ നടക്കുന്ന സുണുകൻ. എന്തൊക്കെ കാര്യങ്ങൾ അറിയണ്ടേ? അയ്യോ എന്റെ സുഗുണ, അവളെ ചോറ് നിന്റെ തന്നു വിട്ടോ? ചേച്ചി നല്ല പാർട്ടിയാ. പ്രായപൂർത്തിയായി റോഡ് നിറഞ്ഞേക്കണ അവളെ ആശുപത്രിയിലേക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടാൻ എനിക്ക് കുറച്ച് തന്നുണ്ട്. അതെ, നീ എന്തിനാ തന്നെ പെടുന്നത്? അല്ലെ ചേച്ചി മെല്ലെ കൈയും കാലോടിഞ്ഞ് ചേട്ടന്റെ കൂടെ ചേർന്ന് വലിച്ചിറക്കാൻ തീരുമാനിച്ചാ. എല്ലാ കാര്യങ്ങളും നോക്കാൻ ഞാൻ തന്നെ വേണ്ടേ? ഒന്നുമില്ല എവിടെ പറഞ്ഞ. ഓ നിന്റെ കരുനാക്ക് വെച്ചൊന്നും പറയില്ലേ. നീ ഇങ്ങോട്ട് വന്നേ. എന്താ ചേച്ചി വാർഡിലേക്ക് പോണേന് വരെ മുകളിലേക്ക് പോണേ? എവിടേക്ക് പോണേ ചേച്ചി? അതെ, ടെറസിൽ ഞാൻ കുറച്ച് തുണി വിരിച്ചിട്ടുണ്ട്. മഴ പറഞ്ഞതിന് മുമ്പ് എന്റെ സുഗുണ നീ അതൊന്ന് എടുത്തു വെക്കോ. ചേച്ചി എവിടേക്ക് പോണേ? സർക്കാർ ആശുപത്രി അല്ലേ, ഒരു മരുന്നും കിട്ടില്ല. എല്ലാം വെളിയിൽ നിന്ന് വാങ്ങണം. മരുന്ന് മാത്രല്ല ശവപ്പെട്ടിയും ആംബുലൻസ് പുറത്തുനിന്ന് വിളിക്കേണ്ടി വരും. എന്ത്? അല്ല പുറത്ത് ഭയങ്കര മഴ. ഞാൻ മോളിൽ പോയിട്ട് തുണി എടുത്ത് വെച്ചിട്ട് ചേട്ടന് ചോറ് കൊടുത്തേക്കാം. ചേച്ചി പോയി മരുന്ന് മേടിച്ചേക്ക്. അതിങ്ങോട്ട് തന്നേക്ക്. ഓ എന്റെ മോശായിട്ടല്ലത്.
ഇവരെന്താ മസിൽ കച്ചവടക്കാരോ? എന്താണെന്ന് അറിയണല്ലോ. ഞാൻ എങ്ങനെ ആവാൻ പറ്റും നോക്കട്ടെ. ഇതിന് ഡബിൾ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്കിക്കോട്ടോ. ഭയങ്കരി ഈ വഴി പോയാ അവരുടെ കൺമുമ്പിൽ ചെന്ന് പെടും. അത് വേണ്ട, പുറകുവശത്തുള്ള പൈപ്പ് ലൈൻ വഴി കയറാം. ചെന്ന ഉടനെ അവന്റെ തലമണ്ട നോക്കി ഒറ്റയാടി. അയ്യോ, ഇതെന്താ ചങ്ങാതി? എന്ത് പണിയാ നാരായണ നിങ്ങൾ ഈ കാണിച്ചത്? എന്താവശ്യത്തിന് ആ പൈപ്പിന്റെ മുകളിൽ വലിഞ്ഞു കയറിയത്? നീ ഇങ്ങോട്ട് വന്നാ പിന്നെ കടയിൽ ആരാ ഉള്ളത്? ഞാൻ ആ മാജിക് മത്തായി അവിടെ നിർത്തിയിട്ടുണ്ട്. അയ്യോ, എനിക്ക് പലഹാരങ്ങൾ മുഴുവൻ മാജിക് ആയിട്ട് അവന്റെ വയറ്റിൽ പോയി കാണും. വേദന ഉണ്ടോ ഏട്ടാ? അയ്യോ, പകുതിക്ക് ശേഷം. ആ ഷീറ്റ് എടുത്ത് കവർ ചെയ്യാൻ. വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ? ആരും കാണാൻ ആരും കാണാണ്ട് ദൂരെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. പെൺകുട്ടിന്റെ ഫോട്ടോ അത് പിന്നെ നമ്മൾ കൊണ്ടുവരാണ്ടിരിക്കുക. മലമുറി അൻസാരിന്റെ പൊരയില് പെൺകുട്ടികൾ 5 എല്ലാ ഒന്നിനൊന്നും മെച്ച. ആദ്യം നമുക്ക് അങ്ങോട്ട് പോകാം ഹാജിയാരെ. അല്ല, ഈ 5 ഒരൊറ്റടിക്ക് ഞമ്മക്ക് ഒരു കെട്ടിച്ചു. 5 അല്ല 50 പേരെ പോറ്റാനുള്ള കഴിവ് ഹാജിയാർക്ക് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അത് ശരി. ഈ ദുനിയാവില് വേറെ ആരറിഞ്ഞാലും വേണ്ടിയില്ല, ഞമ്മള് മോൻ പുസ്തകത്തിലാണ്. അള്ളാണ് നമ്മൾ അറിയിക്കില്ല. ഇങ്ങൾ കേറുന്നു. വണ്ടി വിട്. എങ്ങോട്ടാണ്? മലമൂർ അൻസാരിന്റെ അടുത്ത് പോണോ മലപ്പുറം അയമുട്ടിന്റെ അടുത്ത് പോണോ? എന്തേ വാപ്പ പോണ്ടേ? മാണ്ട മോനെ പോണ്ട. കള്ള നായിന്റെ മോനെ അല്ല കൊറേ കാലം ഞാൻ തെരഞ്ഞെടുക്കണേ. ഇന്ന് ഞാൻ ശരിയാക്കടാ. അള്ളാണ് നമ്മളൊന്നും അറിഞ്ഞില്ല മുസ്തഫ. അറിയാൻ പോണോല്ലടാ. പൊന്നു മുസ്തഫ ബാപ്പ തമാശ കളിച്ചല്ലേ. എന്റെ പൊന്നടിക്കണേ തമാശ. അങ്ങോട്ട് നടക്കാനാ പറഞ്ഞത്. ഇവനെന്ന് വെറുതെ വിടരുത്. ഇങ്ങോട്ട് വാപ്പ വരുവോ? ഇവനെ പെണ്ണുങ്ങളാണോ അല്ലേ? നല്ലേ ആള് കേട്ട പെൺവാണിപ്പാന്ന് കരുതു. മിണ്ടി പോരുത്. എന്നാ ഞാൻ ഐസ്ക്രീം വാങ്ങി പോവേ. മലമൂരി അയമുട്ടിന്റെ വീട്ടിൽ എത്ര കുട്ടികളാന്ന് പറഞ്ഞു? 5. 5. എത്ര പ്രായം? ഏറ്റവും ഇളയത് 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഓളെ ഫോട്ടോ ഉണ്ട് എന്റെ അടുത്ത്. ഫോട്ടോ ഉണ്ട്. അതെ, പ്രായത്തിൽ കൂടുതലാണ്. എന്നാലും സാരല്ലേ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കേറുവണ്ടിയിൽ ദുനിയാവിൽ ആരറിഞ്ഞാലും നമ്മളെ ബാപ്പ അറിയരുത്. അതള്ളാണ് നമ്മൾ അറിയിക്കുന്നത്. ഡ്രൈവറെ ഇങ്ങോട്ട് വാ.
എന്തേ കുഞ്ഞേഷ്ണ? എന്നെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തേ. അതെയോ? ഇപ്പൊ നേരെ ഇല്ലത്തേക്കായിരിക്കുമല്ലോ. അത് പിന്നെ കുറച്ച് ദിവസമായിട്ട് ഒരു കാര്യം അങ്ങോട്ട് പറയണമെന്ന് ധരിച്ചിരിക്കുക. പറഞ്ഞോളൂ. സരസുവിന്റെ ആള് ഇപ്പൊ ഒന്നും ആശുപത്രിയിൽ നിന്ന് പോയില്ലല്ലോ. അതിന് അല്ല, ഈ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. സരസു എപ്പോഴും ഇവിടെ തന്നെയല്ലേ. കുഞ്ഞേഷ്ണിപ്പൊ എന്താ വേണ്ടേ? അല്ല, വേറെ ഒന്നും നിരയിക്കരുത്. നിവൃത്തിയില്ലാഞ്ഞിട്ടാ. ഇല്ലത്ത് പോയാ എനിക്ക് ആരാ ഉള്ളേ? നാട്ടുകാർക്കാണെങ്കിൽ ഞാൻ എപ്പോഴും ഒരു പോത്താ. സരസ്വനറിയാലോ കാര്യങ്ങള്. ചായക്കടയിലെ എന്ത് പണിമനയിലും ഞാൻ ചെയ്തോളാം. പട്ടിണി കിടക്കാൻ വയ്യേ. ഇത്രയും നാളും വെറും പോത്തേന്നാ നാട്ടുകാരെ വിളിച്ച്. ഇനിയിപ്പോ ആനപ്പുറത്തുനിന്ന് വീണ പോത്തേന്നായിരിക്കും അവര് വിളിക്കുക. കുഞ്ഞേഷൻ കരയണ്ട, ഞാൻ ചേട്ടനോടൊന്ന് ചോദിക്കട്ടെ. ഓഹോ, നീ ഇവിടെ നോവലും വായിച്ചിരിക്കുക? വെറുതെ ഇരിക്കുന്ന നേരത്തിന് അരി ഒഴിഞ്ഞു ആട്ടിക്കൂടെ നിനക്ക്? കുതിരത് എങ്ങനെ ആട്ടാനാ? അരി ഇപ്പൊ വെള്ളത്തിലിട്ടതല്ലേ മതി മതി, നീ അപ്പുറത്ത് തന്നെ കുഞ്ഞികൃഷ്ണന്റെ പെട്ടി എടുത്തു വെക്ക്. ആ പാത്രം ഞാനും കൂട്ടിക്കൊണ്ടു വന്നു. മാത്രമല്ല ഇവിടെ നിനക്ക് സഹായത്തിന് ഒരാളാവൂലോ. ബാറ്ററി ഉണ്ടല്ലോ, പിന്നെന്താ കത്താത്തെ? പഴം ടോർച്ചിനകത്ത് പഴം പുഴുങ്ങി. ഇത് കൊള്ളാലോ. ഇത് നല്ല വിദ്യ, പഴം പുഴുങ്ങൽ. വേവ് അങ്ങോട്ട് ശരിയായിട്ടില്ലേ? വേറെ വെച്ച് നോക്കിയാലോ? ഇപ്പൊ അങ്ങോട്ട് പോണ്ട. ചേച്ചിയെ പോത്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആര് നിന്റെ ചേച്ചിയുടെ നായരാ? അല്ലെന്നേ, ഞങ്ങളുടെ നാട്ടിലുള്ള കുഞ്ഞേഷ്ണനെ. ചേച്ചിക്ക് നമ്മുടെ കാര്യത്തിൽ എന്തോ സംശയം ഉണ്ടെന്ന് എനിക്ക് നേരത്തെ തോന്നിയതാ. അതായിരിക്കും ഈ പുതിയ ഏർപ്പാട്. അപ്പൊ ടോർച്ച് ഇവിടെ നിൽക്കേ, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഇപ്പൊ എന്ത് കാണും? ഇപ്പോഴും ശരിയായിട്ടില്ലേ? ഈ തോലങ്ങനെ കളയുക. പഴം തിന്നത് കണ്ടു കാണില്ലേ? ഭാഗ്യം. ഇത് കഴിച്ചിട്ട് തല കുത്തി മറിയുന്നതിന്റെ പ്രാക്ടീസ്. വേഗം ആവട്ടെ. ചേട്ടാ, ഹാജര് അന്വേഷിക്കും. നിന്നെ ഞാൻ തീറ്റിച്ച് തരടി. കുറെ നാളെ നീ തുടങ്ങിയിട്ട് നിന്നെ ഞാൻ പഴം പുഴുങ്ങി തീറ്റിയാം. എവിടേക്കാ നീ ചുരിദാറൊക്കെ ഇട്ടിരിക്കണേ? നിന്നെ ആരെങ്കിലും പെണ്ണ് കാണാൻ വരണുണ്ടോ? നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റിയ സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറെ നാളായി ഞാൻ സഹിച്ചു കൂട്ടണേ. ലക്ഷ്മി, ഞാൻ പോ. വെറുതെ അല്ലേടി നിനക്കൊക്കെ കുരങ്ങുന്ന് പേരിട്ടത്. എന്തെങ്കിലും കാണിച്ചങ്ങോട്ട് ചാടാൻ പറഞ്ഞാ അങ്ങോട്ട് ചാടും. വിളിച്ചു കൂട്ടൊന്നും ഒരു കാര്യമില്ല. നിന്നെ വിടുന്ന പ്രശ്നമില്ല കുരങ്ങിന്റെ മോളെ. ആഹാ, ഈ കുരങ്ങായിരുന്നോ? എന്തിയെ വലിവിന്റെ കാറ്റ് പോയോ? അതൊന്നും അല്ലെങ്കിൽ വന്നേ. പിന്നെന്താ? വേഗം വാ. വേഗം പോ.
ആ കിഴവൻ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടാൻ നോക്ക്. നീ പറഞ്ഞു വിട്ടോ, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാ മതി. അതല്ലെന്നേ, ഉം. അയാളുടെ ഒരു അർത്ഥം വെച്ച് നോട്ടും ചിരിയും. അയാളിപ്പോ അവിടെ ഉണ്ട്. കുളിക്കാൻ പോയിരിക്ക ഇപ്പൊ വരും. ചേട്ടൻ എന്താ ഇവിടെ കാര്യം എന്നോട് എനിക്ക് നോക്കി ചൊറിഞ്ഞു വന്നതാ. അയാളുടെ വിസ്കി ഞാൻ അങ്ങോട്ട് പോണ്ടെന്ന്. ഇനി അത് മതി അയാൾക്ക് ചേച്ചിയോട് പോയി പറഞ്ഞു കൊടുക്കാൻ. വന്നപ്പോ തന്നെ ടോർച്ചിനകത്ത് പഴമ്പൊഴിങ്ങനെ വിദ്യ കണ്ടു. ഐ, ഇതെന്താ ജീവനുള്ള ചാക്കോ? ഇതെന്ത് മായാപുരിയോ? അങ്ങനെ പോവാ. അയ്യോ അയ്യോ, എനിക്ക് പറയാ, ഞാനും നിന്നെ കൊണ്ട് പറഞ്ഞല്ലേ. അയ്യോ അയ്യോ അയ്യോ, പോവാ പോവാ പോവാ, തിരിഞ്ഞു വെക്കോളൂ. കൊരങ്ങന്റെ കയ്യിൽ കുഞ്ഞികൃഷ്ണനെ കിട്ടിയാൽ എന്നൊരു പഴമൊഴി ഉണ്ടേ. അങ്ങനെ ഒരു പഴമൊഴി ഉണ്ടോ? ആ ഉണ്ട്, പക്ഷെ അതിപ്പോഴാ ഒത്തത്. ഈ കൊരങ്ങന്മാർക്ക് തീരെ വിവരമില്ലാന്ന് എനിക്കിപ്പോഴാ ബോധ്യായ. ആനയ ഭേദോട്ടോ. ഔ, എന്താ ഒരു താഴ്ച, അസല് വെള്ളവും. അസുഖം മാറിയാ നേരെ ഇല്ലത്തേക്ക് പോവല്ലേ? ഏ പിന്നെ നോം നേരെ കടയിലേക്ക് വരുമല്ലോ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഓ വാടി, ഇതൊരു ഒഴിയാബാധയായല്ലോ ദൈവമേ. ഇന്ന് ഡിസ്ചാർജ് ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കുഞ്ഞീഷിനെ ആശുപത്രിയിലായത് കാരണം പാവ സുമതി ചായക്കടയിൽ കഷ്ടപ്പെടുകയാവും. അങ്ങനെയല്ല, അങ്ങനെ പാട്. ചേട്ടാ ഇത് ഏത് രാഘവ? മോള് പാടിയ രാഗത്തിന്റെ പേര് എരുമരാഗം എന്ന് പറയും. അങ്ങനെയല്ല, അങ്ങനെയല്ല, സാരേ സാരേ. എന്നെ ശ്രദ്ധിക്കൂ, ഇനി തെറ്റിക്കരുത്. ഇത് അവസാനത്തെയാ. ബഹുമാനം വേണ്ട, ഇരുന്ന് പാടൂ. തനിക്ക് പാട്ടേച്ചിരി നടത്താനുള്ള സ്ഥലം അറിയാം. ചേട്ടാ, അത് താൻ മിച്ചം തിന്ന് ഇവിടെ കയറി ഇറങ്ങിയത് ഇതിനായിരുന്നല്ലേ? നീ കൂടെ അറിഞ്ഞോണ്ടായിരുന്നു. ഏതായാലും ഇത്രയാ സ്ഥിതിക്ക് ഇനി ഇത് വെച്ച് നീട്ടണ്ട. നീ ആ മാധവൻ കുട്ടി ഇങ്ങോട്ട് വരാൻ പറ. ഇതെങ്ങനെ നടന്നോട്ടെ, ഇല്ലേ ചെലവാ. കാര്യൊക്കെ പിന്നെ. ആ ഇറങ്ങി തരുവേനി. ആ ഓ വന്നേ വന്നേ. ആ ഇതാണ് സാക്ഷാൽ മാധവന്റെ ആലയം, മാധവാലയം. തിരുമേനിയെ പോലെ ആരോരുമില്ലാതെ അലഞ്ഞിരിഞ്ഞ് തിന്നാൻ നടക്കുന്ന പാർട്ടികളെ സംരക്ഷിക്കാൻ നേരിട്ട് ദൈവം ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന ആളാ. അതുവോ? ആ അങ്ങനെ ഒരാളോ? ചുരുങ്ങിയത് ഒരു 10 പേരെങ്കിലും ദിവസം സംരക്ഷിക്കുകയോ സഹായിക്കുകയോ ചെയ്തില്ലെങ്കിൽ മാധവന് ഉറക്കം വരില്ല. വന്നേ. അല്ലേ, ആ. ഞാൻ കൊരങ്ങിനെ ആനേനെ പേടിച്ച് ആശുപത്രി ഇതിലാ വന്നേ. ആഹാ, അപ്പൊ ഇതിനെ കൊടുക്കുവോ? ടാക്സിയിലല്ല വിമാനത്തിലാണെങ്കിൽ പോലും അതിന്റെ കൂലി അവൻ തന്നോളും. ഐശ്വര്യമായിട്ട് വലത് കാലെടുത്ത് വെച്ച് വന്നാട്ടെ. വരൂ. അടുത്തായ നന്നായി. ആ. ഇടയ്ക്കിടയ്ക്ക് ചായക്കട വരാലോ. ചായക്കടയിൽ വരണ്ട, ഞാൻ ഇങ്ങോട്ട് ഒന്ന് കണ്ടോളാം. അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. കേറുവാ. ചെല്ലപ്പാ കാശ് മേടിച്ചോണ്ടിരാ. അപ്പൊ സരസുനെ കാണാനോ? സരസുവിനെ കാണിക്കാൻ തന്നെ. ഛേ. ഐ, ഇതാണോ ദൈവത്തിന്റെ ആള് താമസിക്കുന്ന ആലയം? ആ ഇതാ കുരങ്ങൻ തട്ടിമറിച്ചിട്ടതാവും. കൊരങ്ങോ? പോണ്ടല്ലോ. പിടിവിട് തിരുമേനി. ഓ, അയ്യോ, ഓ, എന്തൊരു ബലം. അകത്തോട്ട് വന്നേ. മാധവകുട്ടി നോക്കി നിൽക്കാതെ അഴിച്ചു കൊടുക്ക് തിരുമേനി. ബോബിയും രാധയും ആ വാസുവിന്റെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയി. എങ്ങോട്ട്? പുഴക്കരയുടെ അടുത്തുള്ള റോട്ട് കമ്മിലേക്ക് കൊണ്ടുപോകണമെന്ന് അവര്